ഹായ് വെൽക്കം ടു സ്മാർട്ട് ഫോളിയോ. ബേസിക് ടു പ്രോ ലെവൽ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ നാലാമത്തെ ചാപ്റ്ററാണിത്. കഴിഞ്ഞ രണ്ട് ചാപ്റ്ററിൽ ഒരു സ്റ്റോക്ക് നമുക്ക് എങ്ങനെ ഫണ്ടമെന്റലി ആയിട്ട് അനലൈസ് ചെയ്യാമെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. നമ്മൾ ഈ വീഡിയോ സീരീസ് നിങ്ങളെ സുഹൃത്തുക്കൾക്കും മറ്റുള്ള എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് ട്രേഡിങ്ങിന് പാഷനുള്ള ആൾക്കാർക്ക് മാത്രമല്ല, ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യുന്നത്. എല്ലാവരും ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാം. ഒന്നുകിൽ ഇൻട്രാഡേ ട്രേഡിങ്, അല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്. പക്ഷേ ഈ രണ്ട് ട്രേഡിങ്ങിനെയും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം ഈ രണ്ട് ട്രേഡിങ്ങിനും നമുക്ക് എക്സ്ട്രാ സ്കില്ല് വേണം. ഈ എക്സ്ട്രാ സ്കില്ല് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്, അല്ലാതെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്. എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബിലോ 6 months അല്ലെങ്കിൽ ബിലോ 1 year ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അബോവ് 1 year to 3 year 5 year വാട്ട് എവർ. ഇതിനെയാണ് നമ്മൾ. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചിരിക്കണം. ഒരു സ്റ്റോക്കിനെ നമുക്ക് അനാലിസിസ് ചെയ്യാൻ പഠിച്ചിരിക്കണം. അത് ഫണ്ടമെന്റലി അനാലിസിസ് ഉണ്ട്, അതേപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ്, പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ഇപ്പൊ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ചിലപ്പോൾ 100% റിട്ടേൺസ് തന്നു. അല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ചില സമയത്ത് ന്യൂസ് തന്നെ വായിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ. കഴിഞ്ഞ 2010 നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഷെയറിൽ നമ്മൾ 10,000 രൂപ നിക്ഷേപിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ 2024 അത് 1 കോടിയായി, അല്ലാന്നുണ്ടെങ്കിൽ അത് 10 ലക്ഷമായി എന്നൊക്കെ നമ്മൾ. അപ്പം പക്ഷെ ഇതിങ്ങനെ ഗ്രോ ചെയ്യാൻ എല്ലാ സ്റ്റോക്കുകളും ഇങ്ങനെ ഗ്രോ ചെയ്യുന്നില്ല. പക്ഷെ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇങ്ങനെ ഗ്രോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്കുകളെ നമുക്ക് അനാലിസിസ് ചെയ്ത് കണ്ടെത്താൻ കഴിയണം. ഓക്കെ. ഇനി ഇപ്പൊ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയും. നമ്മൾ 2010 ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് 2021. പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞാലും ഇതേ കാര്യങ്ങൾ തന്നെ വീണ്ടും നമ്മൾ കേൾക്കേണ്ടി വരും. കാരണം ആ 2024 ഈ സ്റ്റോക്കിൽ ഇത്ര നിക്ഷേപിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ 2034 ഇത്ര ആകുമായിരുന്നു എന്നുള്ളത്. അപ്പം ഈ ഒരു ചാൻസ് നമ്മൾ ഔട്ട് ചെയ്തുകൂടാ. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഗ്രോത്ത് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ ജോലിയോടൊപ്പം തന്നെ നമുക്കൊരു പാസീവ് ഇൻകം, അതോടൊപ്പം തന്നെ നമുക്ക് വെൽത്ത് ക്രിയേഷനും. കാരണം നമുക്കൊക്കെ ജോലിയിൽ നിന്ന് നമുക്ക് ഇൻകം ഉണ്ടാവും, സാലറി ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നുള്ള ആ ഒരു വെൽത്ത് ക്രിയേഷൻ, നമ്മൾ ജോലിയിൽ നിന്ന് വെൽത്ത് ക്രിയേഷൻ ചെയ്യാവുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണ് ഈ സീരീസിലൂടെ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾ എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കും, ലൈക്ക് ചെയ്യണം, കമന്റ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, നമുക്കിനി വീഡിയോയിലോട്ടൊക്കെ പോകാം. ടെക്നിക്കൽ അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ തുടങ്ങാൻ പോകുന്നത്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ദ സ്റ്റഡി ഓഫ് ഹിസ്റ്റോറിക്കൽ മാർക്കറ്റ് ഡാറ്റ ഇൻക്ലൂഡിങ് പ്രൈസ് ആൻഡ് വോളിയം. അപ്പോൾ ഹിസ്റ്റോറിക്കൽ മാർക്കറ്റ് ഡാറ്റ ആണ്, ഹിസ്റ്റോറിക്കൽ പ്രൈസ് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ടുള്ള ഫ്യൂച്ചറിലുള്ള പ്രൈസിന്റെ ലെവലുകൾ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുക. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അനാലിസിസ് കാര്യമായിട്ടും ചെയ്യുന്നത്. കാരണം ടെക്നിക്കൽ അനാലിസിസിൽ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്താണ്? പ്രൈസും വോള്യൂമാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ടെക്നിക്കൽ അനാലിസിസ് പ്രൈസ്, അതേപോലെ ഈ പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് നമുക്ക് ചാർട്ട്, ക്യാൻഡിൽ പാറ്റേൺസ് ഒക്കെ ആയിട്ടാണ് നമുക്ക് അറിയുന്നത്. കാരണം പ്രൈസ് നമുക്ക് മെയിനായിട്ട് ഹിസ്റ്റോറിക്കൽ പ്രൈസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ചാർട്ടുകളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ചാർട്ട് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മളെല്ലാവരും ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടുകളാണ് ഉപയോഗിക്കുന്നത്. ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടുകൾ. കാരണം ഓരോ ക്യാൻഡിൽസും നമുക്ക് ഒരു പ്രത്യേക ഒരു പ്രത്യേക ഒരു പെർട്ടിക്കുലർ പീരീഡ്സിൽ വരുന്ന പ്രൈസ് ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ ഓരോ ക്യാൻഡിൽസും ഓരോ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. കാരണം എങ്ങനെ ബയേഴ്സിന്റെ സ്ട്രെങ്ത്, സെല്ലേഴ്സിന്റെ സ്ട്രെങ്ത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഓരോ സിംഗിൾ ക്യാൻഡിൽസ് നമുക്ക് പറയുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ ചാർട്ടിൽ നിന്നാണ് നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് പഠിക്കുന്നത്. സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ബയേഴ്സ് വരുന്ന ഒരു പ്രൈസ് ലെവൽ ഉണ്ടാവും. ആ ഒരു ലെവലില് ഏറ്റവും കൂടുതൽ ബയേഴ്സ് വരുന്ന ഒരു പ്രൈസ് ലെവലിനെയാണ് നമ്മൾ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ സെല്ലേഴ്സ് വരുന്ന ഒരു ലൈൻ, ഒരു പ്രൈസ് ലെവൽ ഉണ്ടായിരിക്കും. ആ ഒരു ലെവലിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ചാർട്ട് നോക്കി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലാണോ, കാരണം അതിന്റെ പ്രൈസ് മുകളിലോട്ട് തന്നെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, അതല്ല ഡൗൺ ട്രെൻഡിലാണോ, അതിന്റെ പ്രൈസ് താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ ചാർട്ട് നോക്കാനും, അതേപോലെ ക്യാൻഡിൽ സ്റ്റിക്ക്
കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് നോക്കാൻ നമ്മൾ പഠിക്കണം. കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കാൻഡിൽസ് എന്താണെന്നുള്ളതാണ് കാൻഡിൽ സ്റ്റിക്ക്. Candlestick chart are used by the traders to determine possible price movement based on past pattern. നമ്മൾ മുമ്പ് പറഞ്ഞു, കാരണം മുമ്പത്തെ ആ ഒരു പാറ്റേൺ നോക്കിയിട്ട് പ്രൈസ് പഠിക്കാനാണ്. Candlestick are useful when trading as they show 4 price points: open, close, high and low. നമുക്കത് പെർട്ടിക്കുലർ ആയിട്ട് തന്നെ നമുക്കത് പഠിക്കാം കേട്ടോ. എങ്ങനെയാണ് ഇത് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്? ഓക്കെ, ക്യാൻഡിൽ ആണ് ഇതിൽ. ഈ ഒരു ഗ്രീൻ കളർ ക്യാൻഡിൽ കണ്ടില്ല? ഈ ഒരു ഗ്രീൻ കളർ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഓപ്പൺ ഒരു പോയിന്റ് കാണും. ഈ ഓപ്പൺ ആയ ലെവലിൽ നിന്ന് പ്രൈസ് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത് പോയി മുകളിലാണ് ക്ലോസിങ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അതിന്റെ കളർ ഗ്രീൻ ആയിരിക്കും. ഓക്കെ, പിന്നെ അതിന്റെ തന്നെ ഈ ഓപ്പണിങ്ങിന്റെ താഴെയായിരിക്കും ഇതിന്റെ ലോ വരിക. അതേപോലെ തന്നെ ക്ലോസിന്റെ മുകളിലാണ് ഹൈ വരുന്നത്. ചില സമയത്ത് ഈ ഹൈയും ക്ലോസും സെയിം ലെവലിൽ വരും, അതേപോലെ തന്നെ ഓപ്പണും ലോയും സെയിം ലെവൽ വരാറുണ്ട്. അപ്പോൾ ആ ഒരു ക്യാൻഡിലിന്റെ പേരാണ് മൊറോബോസോ. നമുക്ക് ഇതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി നമ്മൾ റെഡ് ക്യാൻഡിലോട്ട് പോകുന്ന സമയത്ത് ഇതൊരു ബിയറിഷ് ക്യാൻഡിലാണ്. ഈ ഒരു ബിയറിഷ് ക്യാൻഡിലാണ്. ഇതിന്റെ ഓപ്പൺ മുകളിലും അതേപോലെ തന്നെ ക്ലോസ് താഴെയാണ് പ്രൈസ് ലെവൽ. കാരണം കൂടിയ പ്രൈസിൽ ഓപ്പൺ ആയിട്ട് കുറഞ്ഞ പ്രൈസിൽ ക്ലോസ് ചെയ്യുന്നു. അപ്പം അതിന്റെ കളർ ഒരു റെഡ് കളർ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ബിയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻഡിൽസ് ആണിത്. കാരണം ഇതെല്ലാം നമ്മൾ ഒരു ക്യാൻഡിൽ ചാർട്ട് നോക്കുന്ന സമയത്ത്, ഒരു ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ ഒത്തിരി ഷേപ്പിലുള്ള ക്യാൻഡിൽസ് കാണാൻ പറ്റും. അതിൽ വരുന്ന ക്യാൻഡിൽസുകളിൽ ഏകദേശം ഈ ഷേപ്പിലുള്ള ക്യാൻഡിൽസുകളൊക്കെ വരും. അപ്പം ഈ ഓരോ ഷേപ്പിലുള്ള ക്യാൻഡിലും നമ്മളോട് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഞാൻ മുമ്പത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെടുത്ത് ഒരു നോട്ട്, പെന്ന് കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ കാണാം ഈ മൊറോബോസോ ഗ്രീനിലുള്ള ഒരു മൊറോബോസോ ഉണ്ട് ഇവിടെ, അതേപോലെ തന്നെ റെഡിലുള്ള ഒരു മൊറോബോസോ ഉണ്ട് ഇവിടെ. ഓക്കെ, നമുക്കത് നോക്കാം മൊറോബോസോ എങ്ങനെയാണ് എന്നുള്ളത്. എന്താണ് മൊറോബോസോ? ഇതാണ് മൊറോബോസോ ഈസ് എ ജപ്പാൻ വേർഡ് ഓഫ് ഡോമിനൻസ്. ദേ ആർ എക്സ്ട്രീംലി പവർഫുൾ ക്യാൻഡിൽസ്. ഓക്കെ, നമുക്ക് അതിലോട്ട് വരാം. മൊറോബോസോ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ മൊറോബോസോ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ബുള്ളിഷ് മൊറോബോസോ എന്നാ പറയാം. ഗ്രീൻ കളർ ഉള്ള മൊറോബോസിന് ബുള്ളിഷ് ആണ്. കാരണം ഇതിന്റെ ഓപ്പണും ലോയും സെയിം ലെവലായിരിക്കും, അതേപോലെ തന്നെ ക്ലോസും ഹൈയും സെയിം ലെവലായിരിക്കും. ഈ ഒരു ക്യാൻഡിൽ വരികയാണെങ്കിൽ, ഇതൊരു ബുള്ളിഷ് ക്യാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ, കാരണം നമുക്കറിയാൻ പറ്റും ഓരോ പ്രൈസ് ലെവലിലും ബയേഴ്സും ഉണ്ട്, സെല്ലേഴ്സും ഉണ്ട്. ബയേഴ്സ് പ്രൈസിനെ പുഷ് ചെയ്ത് അപ്പിലോട്ട് മുകളിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ സെല്ലേഴ്സ് പ്രൈസിനെ പുഷ് ചെയ്തിട്ട് താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ഈ ഒരു ഗ്രീൻ മൊറോബോസ് വരുന്ന സമയത്ത് ഇവിടെ സെല്ലേഴ്സ് പ്രൈസ് താഴോട്ടേക്ക് കൊണ്ടുവരാൻ പുഷ് ചെയ്യുന്നില്ല എന്ന് തന്നെ. അതേപോലെ തന്നെയാണ് നമ്മളെ ഒരു റെഡ് കളർ മൊറോബോസോ. അതായത് റെഡ് കളർ വരുമ്പോൾ ബിയറിഷ് മൊറോബോസോ ആണ്. ഈ ബിയറിഷ് മൊറോബോസ് വരുന്ന സമയത്ത് തന്നെ ഓപ്പണും ഹൈയും സെയിം ലെവലാണ്, അതേപോലെ ലോയും ക്ലോസും സെയിം ലെവലാണ്. ഇതില് ശരിക്കും ഇത് സെല്ലിംഗ് ആണ്. ഏറ്റവും വെരി പവർഫുൾ ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് സെല്ലിംഗ് നടക്കുന്നതാണ് ഇത് കാണിക്കുന്നത്. കാരണം ഇതിലിവിടെ ബയേഴ്സ് ഈ ഒരു പ്രൈസിനെ റെസ്ട്രിക്ട് ചെയ്യാനോ അല്ലെങ്കിൽ പുഷ് ചെയ്യുന്നേ ഇല്ല. അതേപോലെ തന്നെ ഗ്രീനില് ഇവിടെ ഒരു സെല്ലേഴ്സിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ കൂടി കാണിക്കുന്നില്ല നമുക്ക്. അപ്പം വളരെ പവർഫുൾ ആയിട്ടുള്ള ക്യാൻഡിലാണ് ഈ ഒരു മൊറോബോസോ എന്ന് പറയുന്നത്. മൊറോബോസോന്റെ ഒരു നമ്മൾ ചാർട്ടിൽ എങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ മൊറോബോസോ ചാർട്ടിൽ? ഇതില് ഈ ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം ചെറിയൊരു റിവേഴ്സിൽ കണ്ടു. ഈ റിവേഴ്സിൽ വന്ന് ഈ കണ്ടില്ലേ, ഫസ്റ്റിൽ തന്നെ കണ്ടില്ല മൊറോബോസോ? ഇതൊരു മൊറോബോസോ ആണ്. കാരണം മൊറോബോസിന് വിക്ക് ഉണ്ടാവില്ല. ഈ മൊറോബോസ് വന്നതിന് ശേഷം മാർക്കറ്റ് എത്രത്തോളം മുകളിലോട്ട് പോയി നോക്കാം. കാരണം ഇത് വെരി സ്ട്രോങ് ആണ്. ബയേഴ്സ്, കാരണം ഇവിടെ സെല്ലേഴ്സ് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഫുള്ളി ബയേഴ്സ് ആണ്. ബയേഴ്സ് സ്ട്രോങ് ആയിട്ട് തന്നെ ബയേഴ്സ് ഉള്ള ഏരിയ ആണിത്. അപ്പം ആ ഒരു സ്ട്രെങ്ത് നമുക്ക് ഇതിന്റെ ആ ഒരു ട്രെൻഡിൽ അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു ജേർണിയിൽ കാണുന്നുണ്ട്. ഇനി ഒരു ഡൗണിലോട്ട് വരുന്ന ഇത് നമ്മൾ ആദ്യം കണ്ടത് ഒരു ഗ്രീൻ മൊറോബോസോ ആണെങ്കിൽ ഇതൊരു റെഡ് മൊറോബോസോ ആണ്, ബിയറിഷ് മൊറോബോസോ ആണ് ഇത്. ബിയറിഷ് മൊറോബോസോ ഈ ഒരു ചെറിയ അപ്ട്രെൻഡിന് ശേഷം ഈ ഒരു മൊറോബോസ് വന്നു. അതിനുശേഷം കണ്ടില്ല മാർക്കറ്റ് താഴോട്ട് വരുന്നത്.
കാരണം ഈ മൊറോബോസ് ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് ബയേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ ഒന്നും കാണാനില്ല. അപ്പം അവിടെ സെല്ലേഴ്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്തി ആയിട്ടുള്ളത്. അവരെ മാർക്കറ്റിനെ മാക്സിമം താഴോട്ട് കൊണ്ടുവന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു മൊറോബോസോ ക്യാൻഡിൽസ് എന്താണെന്നുള്ളതും ഇത് പ്രൈസിൽ അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ പ്രൈസിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് സ്പിന്നിങ് ടോപ്സ് ആണ്. സ്പിന്നിങ് ടോപ്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. അത് ഗ്രീന് സ്പിന്നിങ് ടോപ്പിനെ ബുള്ളിഷ് സ്പിന്നിങ് ടോപ്പ് എന്നും റെഡ് കളർ ഉള്ളതിനെ ബിയറിഷ് സ്പിന്നിങ് ടോപ്പ് എന്ന് പറയുന്നത്. സ്പിന്നിങ് ടോപ്പിന് വളരെ ചെറിയ ബോഡി ഉണ്ടാവുള്ളൂ, പക്ഷെ വലിയ വിക്ക് ഉണ്ടാവും. കാരണം ചെറിയ ബോഡിയും രണ്ട് സൈഡിലോട്ടും താഴോട്ടും മുകളിലോട്ടും ഏകദേശം സെയിം വലുപ്പത്തിലുള്ള വിക്കാണ് ഉണ്ടാവുക. എന്തുകൊണ്ട് ഈ വിക്ക് ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് നോക്കാം, ഞാൻ പറയാം. അതേപോലെ തന്നെ ബിയറിഷിന്, കാരണം രണ്ടിലും കളർ മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ഈ ഒരു ഒരു ബുള്ളിഷ് സ്പിന്നിങ് ടോപ്പ് നമുക്ക് ഇത് പലപ്പോഴും സിഗ്നൽ ഒരു ട്രെൻഡ് റിവേഴ്സലാണ് ഈ ഇത് സിഗ്നൽ തരുന്നത്. കാരണം നമ്മൾ ഒരു അപ് ട്രെൻഡിന്റെ താഴെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ a spinning top is a candlestick pattern that has a real body that is vertically centered between long upper and lower shadows. The real body should be small, showing little difference between the open and close. Since buyers and sellers both pushed the price but couldn't maintain it, the pattern shows indecision and that more sideways movement could follow. Color does not matter, trend reversal. അപ്പോൾ നമുക്ക് തിരിച്ചൊന്നും കൂടെ ഇങ്ങോട്ടേക്ക് വരാം. ഇതുണ്ടല്ലേ ഈ ഓപ്പൺ, ഇതൊരു ഗ്രീൻ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതും എന്താണ് ഈ ഒരു ക്യാൻഡില് നമ്മൾ ഒരു ചാർട്ടിൽ ഫോം ചെയ്യുമ്പോൾ അവിടെ ട്രെൻഡ് റിവേഴ്സലിന് ചാൻസ് ഉണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നോക്കാം ഇത് ഈ ഓപ്പൺ. ഈ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് ഏകദേശം ഈ ഹൈ വരെ പോയിട്ടുണ്ടാവണമല്ലോ, അതുകൊണ്ടാണ് വിക്ക് വന്നത്. അപ്പം ഇത് ഫുള്ളി നമുക്കിത് ഗ്രീൻ ക്യാൻഡിൽ ആയിരുന്നു. പക്ഷെ ഏകദേശം ഇവിടെ ഇതുവരെ ഗ്രീൻ ക്യാൻഡിൽ ആയിരുന്നു. പക്ഷെ ഇവിടെ നിന്നും സെല്ലേഴ്സ് നല്ല രൂപത്തിൽ തന്നെ സെല്ലേഴ്സ് ആക്റ്റീവ് ചെയ്തു മാർക്കറ്റിനെ വീണ്ടും പുഷ് ചെയ്തിങ്ങാണ്ട് മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവന്നിട്ട് ഈ ക്ലോസിന്റെ ഇതുവരേക്ക് മാർക്കറ്റിനെ കൊണ്ടുവന്നു. ഇനി കേസ് 1. കേസ് 2, നമ്മളെ മാർക്കറ്റ് ഇവിടെ നിന്നും ഓപ്പൺ ആയി, എന്നിട്ട് മറ്റേ സെല്ലേഴ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ സ്ട്രോങ് ഉണ്ടായിരുന്നു എന്ന് കരുതുക. സെല്ലേഴ്സ് മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവന്നു, ലോയുടെ ഈ ഒരു ലെവൽ വരേക്കും കൊണ്ടുവന്നു. പക്ഷെ ഈ ഒരു ലെവലിൽ നിന്ന് ബയേഴ്സ് വീണ്ടും കൂടുതൽ സ്ട്രെങ്തോടെ മാർക്കറ്റിനെ പുഷ് ചെയ്തുങ്ങാണ്ട് ഈ ഓപ്പണിന്റെ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയും കവർ ചെയ്തിട്ട് ക്ലോസിന്റെ ഒരു ഏരിയ വരെ കൊണ്ടുവന്നു. മീൻസ് രണ്ട് ഭാഗത്തും ഈ ഒരു പൊസിഷനിൽ സെല്ലേഴ്സും സ്ട്രെങ്തിയാണ്, ഈ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ മുതൽ ഈ ഒരു പൊസിഷൻ വരെ ബയേഴ്സും സ്ട്രെങ്തിയാണ്. കാരണം ഇതൊരു ഇൻഡിസിഷൻ ആണ്. കാരണം കട്ടക്ക് നിൽക്കുക എന്നൊക്കെ പറയുന്നില്ല, അതേപോലെ തന്നെ നമ്മളെ സെല്ലേഴ്സും ബയേഴ്സും കട്ടക്ക് നിൽക്കുന്നുണ്ട്. അപ്പോ ഞാൻ ഇനി ഒരു എക്സാമ്പിൾ, ഇതിന്റെ ഒരു ട്രെൻഡാണ് പറയുന്നത്. ഇത് കണ്ടില്ല, ഒരു ഡൗൺ ട്രെൻഡ് ആണ്. കാരണം ഇവിടെ നിന്നൊക്കെ ഡൗൺ ട്രെൻഡ് ആണ് വരുന്നത്. കാരണം ഈ ഒക്കെ നമുക്ക് വലിയ റെഡ് ക്യാൻഡിൽസ് ഒക്കെ വരും. പക്ഷെ ഇവിടെ എത്തുന്നതോടുകൂടി ഇതിലൊക്കെ നമുക്ക് കാണാം സെല്ലേഴ്സ് ആണ് കൂടുതൽ വരുന്നത്. ഇതിലും സെല്ലേഴ്സ് ആണ്, ഇതിലും ശരിക്കും പറഞ്ഞാൽ സെല്ലേഴ്സ് കൂടുതൽ വരുന്നുണ്ടെങ്കിലും ഏകദേശം 50-50 എന്ന രൂപത്തിൽ വീണ്ടും ഇവിടെ വന്ന ഒരു ഇൻഡിസിഷൻ ആണ് ഈ രണ്ട് ക്യാൻഡിൽസ് വരുന്നത്. ഇൻഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും സെല്ലേഴ്സ് സ്ട്രോങ് ആണെങ്കിൽ ഇവിടെയൊക്കെ ബയേഴ്സിന്റെ സ്ട്രെങ്ത് കുറവായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് ബയേഴ്സ് സ്ട്രെങ്ത് ആർജിച്ചു തുടങ്ങി. ഇവിടെ വന്നപ്പോൾ കണ്ടില്ല നിങ്ങൾ, ബയേഴ്സ് ശരിക്കും നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ തുടങ്ങി. ഇവിടെ വീണ്ടും കഴിഞ്ഞു. പിന്നെ മാർക്കറ്റിനെ ബയേഴ്സിന്റെ കൈകളിലായി ബയേഴ്സ് മാർക്കറ്റിനെ അപ് ട്രെൻഡിലോട്ട്, ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ് ട്രെൻഡിലോട്ട് കൊണ്ടുപോയി. ഓക്കെ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ഇത് വരുന്നത്. ഇതൊരു മാർക്കറ്റിന്റെ ഇതൊരു അപ് ട്രെൻഡിന്റെ മുകളിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു അപ് ട്രെൻഡിന്റെ മുകളിൽ ഇവിടെ നമുക്ക് നോക്കാം. ഇതൊരു അപ് ട്രെൻഡ് ആയിരുന്നു. ഇവിടെ നിന്ന് ഒരു ബിയറിഷ് സ്പിന്നിങ് ടോപ്പ് ഫോം ചെയ്തു. രണ്ടും ബിയറിഷ് സ്പിന്നിങ് ടോപ്പ് തന്നെയാണ്. കാരണം ഇവിടെ നിന്നൊക്കെ നിങ്ങൾ വലിയ ഗ്രീൻ ക്യാൻഡിൽസ് ആണ്, നല്ല സ്ട്രെങ്ത്തിൽ തന്നെ. ഇവിടെ വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ വന്നു, എങ്കിലും വീണ്ടും അവിടെ നിന്ന് വീണ്ടും ഗ്രീൻ ക്യാൻഡിൽസ് തന്നെ വന്നു, മാർക്കറ്റ് അപ്പിലോട്ടായിരുന്നു. പക്ഷെ ഇവിടെ നിന്നും ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽസ് വന്നു. കാരണം ഇവിടെ നിന്നും സെല്ലേഴ്സ് ആക്റ്റീവ് ആയി. ശരിക്കും ആ ഒരു ആക്ടിവേഷൻ ഇവിടെ നിന്ന് തന്നെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയി, എന്നിട്ട് ആ ഒരു ആക്ടിവേഷൻ അടുത്തൊരു ക്യാൻഡിലോട്ട് മാറി.
അത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെയാണ് ഇവിടെ ഇൻഡിസിഷൻ വരുന്നത്. ഇതിൽ നിന്ന് വീണ്ടും അടുത്തൊരു ക്യാൻഡിലോട്ട് മാറുന്നത്. കാരണം ഇവിടെ താഴെ നിന്ന് ബയേഴ്സും മുകളിൽ നിന്ന് സെല്ലേഴ്സിന്റെയും പുഷിങ് വന്നു. പക്ഷെ പിന്നീട് കാരണം അതോടുകൂടി തന്നെ ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സിലാണ് പിന്നെ ഇവിടെ വരുന്നത്. പിന്നെ അതിനുശേഷം നേരെ ഡൗൺ ട്രെൻഡ് ആണ് വരുന്നത്. അപ്പോൾ ഈ സ്പിന്നിങ് ടോപ്പ് എപ്പോഴും ഒരു ട്രെൻഡ് റിവേഴ്സിലാണ് കാണിക്കുന്നത്. കാരണം അപ് ട്രെൻഡിന്റെ അവസാനത്തിലാണ് സ്പിന്നിങ് ടോപ്പ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ റിവേഴ്സ്. പക്ഷേ ഈ സ്പിന്നിങ് ടോപ്പ് ശരിക്കും ഇൻഡിസിഷൻ ആണ് കാണിക്കുന്നതെങ്കിലും ഈ സ്പിന്നിങ് ടോപ്പ് ഈ സിഗ്നൽ തരുന്നത് ഒരു ട്രെൻഡ് റിവേഴ്സിലാണ്. പക്ഷെ അതിന്റെ കൺഫർമേഷൻ ഈ സ്പിന്നിങ് ടോപ്പിന് ശേഷം വരുന്ന ക്യാൻഡിലൂടെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി അടുത്തത് പോകുന്നത് നമ്മൾ പേപ്പർ അംബ്രല്ല എന്ന് പറയുന്ന ക്യാൻഡിൽ സ്റ്റിക്കിലോട്ടാണ് പോകുന്നത്. പേപ്പർ അംബ്രല്ല എന്ന് പറയുമ്പോൾ ഇതിന്റെ ഹൈ ഗ്രീൻ ആണ് ആദ്യത്തേത്, ഗ്രീൻ കളർ. ഇതിന്റെ ഹൈയും ക്ലോസും സെയിം ലെവലാണ് വരുന്നത്. പിന്നെ ഓപ്പൺ, പിന്നെ വലിയൊരു വിക്ക്. കാരണം ചെറിയ ഒരു ബോഡിയും താഴോട്ട് വലിയ ഒരു വിക്കുമാണ് വരുന്നത്. കാരണം ബോഡിയുടെ 2 അല്ലെങ്കിൽ 2-ലധികം മടങ്ങ് 2 ടൈംസ് അല്ലെങ്കിൽ 2 ടൈംസിലധികമുള്ള വിക്കായിരിക്കും ഉണ്ടാവുക. ആ നേരെ ഓപ്പോസിറ്റ് റെഡ് കളർ വരുന്ന സമയത്ത് അതിന്റെ ഓപ്പണും ഹൈ ലെവലാവും, ക്ലോസ് തൊട്ട് താഴെ ക്ലോസ് ആയിരിക്കും. അതിനുശേഷം വലിയൊരു വിക്ക്. ഈ നേരത്തെ ഗ്രീനെ കൊണ്ട് പറഞ്ഞപ്പോൾ ഇതും ഏകദേശം 2 അല്ലെങ്കിൽ 3 ടൈംസ് വലിയ വിക്കായിരിക്കും. ബോഡിയെ ചെറിയ ബോഡിയും വലിയ വിക്കും ആയിരിക്കും ഉണ്ടാവുക. A paper umbrella has a long lower shadow and a small real body. The lower shadow and the real body should maintain the shadow to real body ratio. Since the open and close prices are close to each other, the paper umbrella's color should not matter. If a paper umbrella appears at the bottom of a downtrend, it's called the hammer. If the paper umbrella appears at top end of an uptrend, it is called hanging man. The hammer is bullish pattern and one should look at buying opportunity when it appears. Okay, നമുക്കതിനെ വിശദമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ചാർട്ടിലോട്ട് വരാം. ഇതാണ് നമ്മളെ ഈ ഒരു പേപ്പർ അംബ്രല്ല. ഈ ഒരു പേപ്പർ അംബ്രല്ല നമുക്ക് ഒരു അപ് ട്രെൻഡിന്റെ ഒരു ഡൗൺ ട്രെൻഡിന്റെ അവസാനത്തിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഹാമർ എന്നാണ് പറയുന്നത്. ഈ ഹാമർ എന്ന് പറയുമ്പോൾ ഇത് ഒരു ട്രെൻഡ് റിവേഴ്സലിനെ തന്നെയാണ് നമുക്ക് കാണിക്കുന്നത്. പക്ഷെ ഈ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണിക്കുന്നുണ്ടെങ്കിലും ഇതിന് ശേഷം വരുന്ന ക്യാൻഡിൽസ് ബിയറിഷ് ആണോ അല്ലെങ്കിൽ ബുള്ളിഷ് ആണോ നോക്കിയിട്ട് ബുള്ളിഷ് ക്യാൻഡിലാണ് വന്നത് എന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ഈ ഒരു ഇതിൽ എൻട്രി എടുക്കും. എന്നിട്ട് ഈ ഒരു ഹാങ്ങിങ് മാൻ്റെ ലോ ആണ് ഇതിന്റെ എസ് എൽ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. ഇനി ഈ സെയിം കേസ് തന്നെ നമ്മളൊരു അപ് ട്രെൻഡിന്റെ ലാസ്റ്റിലാണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തത്. ഇതിനെ ഹാങ്ങിങ് മാൻ എന്നാണ് വിളിക്കുന്നത്. ഈ ഹാങ്ങിങ് മാൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ശേഷം വരുന്ന ഒരു ക്യാൻഡിൽ അതൊരു ബിയറിഷ് ക്യാൻഡിൽ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൽ തന്നെ നമ്മൾ ഒരു ട്രേഡ് ഒരു പൊസിഷൻ എടുക്കുകയും ചെയ്യും. എന്നിട്ട് ഈ ഒരു ഹാങ്ങിങ് മാൻ്റെ ഹൈയിൽ സ്റ്റോപ്പ് ലോസ് വെക്കാറുണ്ട്. അങ്ങനെ ചെയ്തു വരുന്ന ഒരു രീതിയുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു ഹാങ്ങിങ് മാൻ അല്ലെങ്കിൽ ഹാമറും ഇതും ശരിക്കും പറഞ്ഞാൽ റിവേഴ്സലിന്റെ ഒരു ട്രെൻഡ് റിവേഴ്സലിന്റെ സിഗ്നൽ തന്നെയാണ് തരുന്നത്. അപ്പം നമുക്കറിയാൻ പറ്റും ഈ നമ്മളെ ഒരു സ്പിന്നിങ് ടോപ്പ് അതേപോലെ തന്നെ ഹാങ്ങിങ് മാൻ ഇതെല്ലാം നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ തന്നെയാണ് തരുന്നത്. ട്രെൻഡ് കണ്ടിന്യൂഷൻ തരുന്ന ക്യാൻഡിൽ സ്റ്റിക്കാണ് നമുക്ക് മൊറോബസു. ക്യാൻഡിൽ സ്റ്റിക്കിനെ ഇപ്പൊ നമ്മൾ സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ചാണ് ഇപ്പോൾ പഠിച്ചത്. ഇനിയും സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ബാക്കിയുള്ള ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. കാരണം ഇത് തന്നെ അത്യാവശ്യം കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. ബാക്കിയുള്ള ക്യാൻഡിൽസുകളെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിലും തുടർന്നുള്ള വീഡിയോസിൽ പഠിക്കാം. അപ്പം ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിന് ഒരിക്കൽ കൂടി പറയാം, നിങ്ങളെ ഫ്രണ്ട്സിന് വേണ്ടിയാണ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദിസ് ഈസ് VM Rafiq സൈനിങ് ഓഫ്.